Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ യൂഷ്വലി എല്ലാ എക്സാമിൻ്റെ സമയത്തും സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാറുള്ളതാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഞാൻ വരുത്താറില്ല. സോ നമ്മൾ ആദ്യത്തെ 3 എക്സാമിന് പ്രോപ്പറായിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ കേസായിരുന്നു എന്നുള്ളത്. ആക്ച്വലി എനിക്കല്ല, വീട്ടിൽ തന്നെ വൈഫിനൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ആക്ച്വലി തിരിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് എനർജിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ അതല്ലാണ്ടായപ്പോഴാണ് കേട്ടോ. എനിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കലല്ലല്ലോ, മെൻ്റൽ ഹെൽത്ത് ശരിയായില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ 1-2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് എക്സാമാണ്, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ എങ്കിലും എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ടൈമൊക്കെ നാളെ എക്സാമിന് ഈ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ട് എത്രത്തോളം ഗുണമുണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ, എസ്സേ പാർട്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നാളെ മാനേജ്മെൻറ്റ് സയൻസ് ആണ് നിങ്ങളുടെ എക്സാം, ലാസ്റ്റത്തെ എക്സാമാണ്. നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തതാണ്. സോ അതിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ്സേ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് മെസ്സേജസും അതുപോലെ തന്നെ എന്താണ് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് കുട്ടികൾ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. മാനേജ്മെൻറ്റ് സയൻസിൽ പാർട്ട് സിയിൽ സാധാരണ കണ്ടുവരാറ് ആദ്യമൊക്കെ 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് യൂഷ്വലി വരാറ്. ബട്ട് ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്രാവശ്യം അത് തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, തിയറി വരാണെങ്കിൽ നിങ്ങൾ തിയറിനേക്കാൾ കൂടുതൽ പ്രോബ്ലത്തിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഈ ഒരു സബ്ജക്റ്റിൻ്റെ തിയറി ചോദ്യമൊക്കെ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്താലും അതിന് എന്താ പറയുക, എഴുതാനുള്ളൊരു സ്കോപ്പ് വളരെ കുറവാണ്. മനസ്സിലായോ? ഇല്ല എന്നല്ല, ബട്ട് അത്രത്തോളം ഇല്ല. പ്രോബ്ലം ചെയ്താൽ മാത്രം തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുക പ്രോബ്ലം ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPPയിൽ ഞാൻ ഗ്രാഫിക്കൽ മെത്തേഡിലത്തെ ഒരു പ്രോബ്ലമാണ് ആദ്യം പ്രതീക്ഷിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, പ്രോബ്ലം ഇതിൽ സിംപ്ലക്സ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കഥ പോലെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻസ് ഉണ്ടാക്കലാണ്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു സിംപ്ലക്സ് ആണ്. സിംപ്ലക്സ് വന്നാൽ ആരും അറ്റൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല, നിങ്ങളുള്ള സമയം പോവുള്ളൂ. അപ്പോൾ മറ്റ് ഓപ്ഷൻസിലോട്ട് കിടക്കുക. സിംപ്ലക്സ് ഒക്കെ എന്താണ് എക്സാമിന് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുള്ള സമയം പോവുള്ളൂ, ഇരട്ടി ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇക്വേഷൻ എഴുതേണ്ട ഒറ്റ പരിപാടി മാത്രമാണ് എങ്കിൽ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻ അത് എഴുതുക, അത് മാത്രമാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായി ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും LPP എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നത്. കമ്പൽസറി ആയിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ദെൻ നെക്സ്റ്റ് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലം CPMO അതല്ലെങ്കിൽ പെർട്ടോ ഏതെങ്കിലും വരാറുണ്ട്. ദെൻ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഇതിൻ്റെ തിയറിയാണ് ചോദിച്ചത് പ്രോബ്ലത്തിന് പകരം. അപ്പോൾ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളും വരുന്നുണ്ട്, പ്രോബ്ലവും വരുന്നുണ്ട്, തിയറിയും വരുന്നുണ്ട്. ബട്ട് പ്രോബ്ലം വരാൻ പ്രാർത്ഥിക്കാം, കാരണം നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലമൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈ സ്കോർ കിട്ടും. ഓക്കെ, അപ്പോൾ പെർട്ടാണ് സാധാരണ കൂടുതൽ വരാറ്, CPM ഉണ്ട്. ഓക്കെ, അതിൻ്റെ തിയറി നോക്കി വയ്ക്കുക. അപ്പോൾ ഈ 2 ചോദ്യങ്ങളാണ് ഞാൻ പ്രോബ്ലത്തിൽ നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. ഇത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി തിയറി ഏരിയയിലോട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറിലും ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം മിക്കതും കാണാറുണ്ട്. സോ അതിൽ വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി,
ഈ ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ദെൻ ആൻഡ് ഡിസ്കസ് various quantitative methods that are useful for decision making. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഗെയിം തിയറിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. ഡിഫൈൻ തിയറി ഓഫ് ഗെയിം. ഡിസ്കസ് ദ assumptions and strategies. ഓക്കെ, ഇതിൻ്റെ അസംഷൻസും സ്ട്രാറ്റജീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ തിയറിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ സാധാരണ 3 വെയിറ്റേജിൻ്റെയിലാണ് കണ്ടുവരാറ്. ചില സമയത്ത് അത് എസ്സേക്ക് വിടാറുണ്ട്. അസൈൻമെൻറ്റ് പ്രോബ്ലം സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജ് ആണ്. ചില സമയത്ത് അത് എസ്സേക്കും വരാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതും 3 വെയിറ്റേജ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എസ്സേക്കും വേണമെങ്കിൽ വരാം, സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 ചോദ്യമാണ് മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. LPP ഗ്രാഫിക്കൽ മെത്തേഡ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലം തിയറിയും വരാറുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയുള്ള തിയറി ചോദ്യം, ഗെയിം തിയറി, പിന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം ഓർ ട്രാൻസ്പോർട്ടേഷൻ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ 3rd സെമസ്റ്റർ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. സോ നാളത്തെ എക്സാം എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.